ഞാൻ തുളസി എന്ന് പറഞ്ഞൊന്ന് പറ്റിച്ചേട്ടു. ഇപ്പം ചേട്ടൻ അവർ ആവേശപൂർവ്വം ഏത് തുളസിയാണ് എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊല്ലം തുളസിയാണോ എന്ന് അവർക്കൊരു ചിന്ത പോയി. എന്ത് പറയുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞ തെറ്റുണ്ടോ? പേര് വെച്ച് പറയുകയാണെങ്കിൽ ശരിയാണ്. പക്ഷെ ഞാൻ ശ്രീമാൻ തുളസിയാണ്. ശ്രീമാൻ തുളസീധരൻ നായർ എന്ന കൊല്ലം തുളസി അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ പറയാം. അല്ലാതെ ഏതൊരു സ്റ്റേജിൽ ഒരു അവാർഡിനായിട്ട് ഇതിനകത്ത് തന്നെ അവാർഡിന് വിളിക്കാൻ നേരത്ത് ഇൻസ്പെക്ടർ ബെല്ല എന്നുള്ള സിനിമയ്ക്കകത്ത് വിളിക്കാൻ നേരത്ത് അടുത്തതായിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ സിനിമയിലെ നമ്മുടെ സജീവ സാന്നിധ്യമായ ശ്രീമതി കൊല്ലം തുളസിയെ വിളിച്ചിരിക്കുന്നു. മമ്മൂട്ടി ആദ്യം ഞെട്ടി, പിന്നെ ഞാൻ ഞെട്ടി. അങ്ങനെ ഒരു ചരിത്രം. തുളസി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഒരു രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് പങ്കുവയ്ക്കാം. ഇപ്പം നമ്മളിപ്പം ഇവിടെ നിന്ന് സംസാരിച്ച തന്നെ ആദ്യത്തെ ഒരു പോയിന്റാണ്. കാരണം ഈ തുളസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. എന്തായാലും ഈ പറയാം നേടാം എന്ന് പറഞ്ഞ ഈ ബിഗ് ഗെയിം ഷോ ചേട്ടൻ കണ്ടു കാണും, വല്ലപ്പോഴും കണ്ടു കാണും, കാണാറുണ്ട്. പിന്നെ എന്തൊക്കെയാണ് പുതിയ സംരംഭങ്ങൾ? പുതിയ സംരംഭം കൊറോണ നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂലോകം ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ കൂട്ടത്തിൽ ഞാനും പെടും. സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാവർക്കും പോലെ തന്നെ എനിക്കും പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാലം ഞാനൊരു നോവൽ എഴുതി. ഞാൻ 10-15 ബുക്ക് എഴുതിയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടൊരു നോവൽ എഴുതി. ആ നോവലിൻ്റെ പ്രസിദ്ധീകരണ സമയമാണ് ഗ്രീൻ ബുക്ക് ഹൗസ് തിരുവനന്തപുരമാണ് പ്രതിനിധിക്കുന്നത്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ എല്ലാവരെയും ഒരു 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 ഗുരുതുല്യനെന്നോ അല്ലെങ്കിൽ എല്ലാവരെയും ദൗർബല്യമായ മോഹൻലാലാണ് അതിൻ്റെ അവതാരി എഴുതിയിരിക്കുന്നത്. ജാനു പുരാണം എന്നാണ് ആ നോവലിൻ്റെ പേര്. അതാണ് എൻ്റെ കൊറോണ കാലത്തെ വിശേഷം. അപ്പം നന്നായി വരട്ടെ. ആ പുസ്തകം ലോകം മുഴുവൻ സഞ്ചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന നന്നാകട്ടെ. അപ്പം പ്രതിഭ ട്യൂട്ടോറിയലാണ് ഞാൻ പാട്ടിലൂടെ എടുത്തിട്ട് പൂട്ടിയത്. പ്രതിഭ എന്ന് പറയാനൊരു കാരണമുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലെ പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. അപ്പോൾ ആ ക്ലബ്ബിൽ കൂടാണ് ഞാൻ കലാപരമായിട്ട് വളർക്കാനുള്ള എൻ്റെ ഈറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ പടം ഞാൻ കാണുമ്പോൾ, ആ പ്രതിഭ ട്യൂട്ടോറിയൽ കാണുമ്പോഴെല്ലാം പ്രതിഭയെ ഞാൻ ഓർക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ഒരു MLAക്ക് അങ്ങനെ ഒരു പേരുണ്ട്, അറിയാം, ഒരു MLA പ്രതിഭ, ഹരിപ്പാട് MLA ആണെന്ന്. അപ്പോൾ അതെല്ലാം കൊണ്ട് പ്രതിഭ എൻ്റെ മനസ്സിൽ അങ്ങനെ കിടപ്പുണ്ട്. ഞാനെപ്പോഴും ഈ ശ്രീകുട്ടനെ ശ്രദ്ധിക്കുമ്പോഴും നിങ്ങളെ ഈ ചിരിയാണ്. ശ്രീകുട്ടൻ്റെ ഒരു പ്രത്യേക ചിരിയുണ്ടല്ലോ, എല്ലാവരും എടുക്കുകയും അത് നല്ലൊരു സുഖമുള്ളൊരു ചിരിയാണ്. ആ ചിരി ഒന്ന് മാറ്റിക്കൂടായോ? ഒന്നൂടെ അടുത്ത ലെവലിലേക്കൊന്ന് മാറ്റിക്കൂടായോ? ഇങ്ങനെ ഇരിച്ചാലോ? അങ്ങനെയൊക്കെ ചിരിക്കാം. അല്ല, അത് സിനിമയ്ക്കകത്ത് അങ്ങനെ ആവാം. പക്ഷേ ജെനുവിനായിട്ട് പോകുമ്പോഴത്തേക്ക് മിമിക്രിക്കാർ എടുത്തെടുത്ത് അതങ്ങ് ഇതായി. അതാ പറഞ്ഞ ഒരു സ്റ്റൈലൊന്ന് മാറ്റിയാൽ എനിക്കൊരു സന്തോഷം, എൻ്റെ ഒരു സന്തോഷം. ഞാൻ പറയട്ടെ, എപ്പോഴും ജെനുവിനിറ്റിയാണ് എപ്പോഴും നിൽക്കുന്നത്. കാരണം യേശുദാസ് എന്ന് പറഞ്ഞ ഒരു വലിയ മഹത് വ്യക്തി ഇവിടെ എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? പലരും ദാസേട്ടൻ്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നവർ ഒരുപാട് പേര് വന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവരൊക്കെ വെറുതെ ഒരു താൽക്കാലികമായിട്ട് വന്ന് നിന്നിട്ട് പോകുന്നതല്ലാതെ ഒരിക്കലും ശാശ്വതമായിട്ട് വരത്തില്ല. കാരണം ഒറിജിനൽ ഇരിക്കുമ്പം ആർക്കും ഡ്യൂപ്ലിക്കേറ്റ് ആവശ്യമില്ല. ഈ തുളസി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞാൽ ഒരുപാട് സംഭവ കഥകളൊക്കെ ഉണ്ടെന്ന്. അയ്യോ, അത് രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പുറത്ത് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട്. അല്ല, പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി. പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എനിക്ക് ഒരു പ്രൊഡ്യൂസർ, ഞാനാണോ പെണ്ണോ എന്നൊന്നും അറിയാതെ പ്രൊഡ്യൂസർ എൻ്റെ തുടക്ക സമയത്ത്, പടത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പ്രൊഡ്യൂസർ അപ്പോൾ അത് അറിഞ്ഞു പോകും. പടത്തിന് ഞാൻ വരുമെന്ന് അറിഞ്ഞ ഉടനെ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്വീകരിച്ച്, പ്രൊഡ്യൂസറല്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സ്വീകരിച്ചു. എനിക്ക് ആദ്യമായിട്ടൊരു അഡ്വാൻസ് തരുന്നത് എറിഞ്ഞത്തോളം പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുക, അവിടെ കൊണ്ട് ചേട്ടൻ്റെ അടുത്ത് തന്നെ, പ്രൊഡ്യൂസറുടെ അടുത്ത് തന്നെ മുറി തരണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് അവിടെ മുറിയൊക്കെ തന്നു. പിന്നെ നടന്ന സംഭവങ്ങളൊന്നും പറയണ്ട. അവസാനം ഞാൻ ആണാന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇറങ്ങി പോടാ പുല്ലേ, അതിനകത്ത് ഇറങ്ങി പോകുന്ന പറഞ്ഞു. ഇയാൾ പെണ്ണാ ഉദ്ദേശിച്ച് വന്നേ. അങ്ങനെയൊക്കെ ഒരുപാട് തമാശകളുണ്ട്. അപ്പം അത് ചിലതൊക്കെ അതിനകത്തൊരു ഇച്ചിരി വെറ്റ ഇതുണ്ട്. അത് കാരണം ഇതിപ്പം ഒരു പ്രൊഡ്യൂസർക്ക് പറ്റിയ അമളി, അങ്ങനെ ഒരു പുസ്തകം പലർക്കും പറ്റിയിട്ടുണ്ട്. ഈ പേര് വരുത്തിയ കോഴിക്കോട് നഗരസഭയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു കത്തെഴുതി. അതിനകത്ത് എല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം സസ്നേഹം തുളസി എന്നെഴുതി. പക്ഷെ അപ്പം അങ്ങനെ ഭാര്യ ഡൈവേഴ്സിൻ്റെ പക്കത്ത് വരെ എത്തിയപ്പോഴും ഞാൻ ഇവിടെ നേരെ പോയി ചെന്ന് പറഞ്ഞു, ചേച്ചി ഞാൻ ആ തുളസി, അത് അദ്ദേഹത്തിൻ്റെ കാമുകിയാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ആ പേരിൽ വരുത്തിയ പിന്നകൾ ഒരുപാടുണ്ടോ? ഇനി ആ പേരങ്ങ് മാറ്റിക്കൂടെ? അല്ല, ഇനിയിപ്പം വേണ്ട. ഇനിയിപ്പം നമ്മൾ എത്ര കാലം അങ്ങനൊന്നുമില്ല.
അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മഹാരോഗത്തെ കഴിഞ്ഞ ആളാണ്. ക്യാൻസർ എന്ന മഹാരോഗത്തെ അവജീവിച്ച ആളാണ്. ഇപ്പോഴാണ് 72 അങ്ങോട്ട് കഴിയാൻ പോവാ. ഇനിയിപ്പം കൂടിപ്പോയാൽ അങ്ങേ അറ്റം പോയാൽ 10, 30, 35 കൊല്ലം കൂടെ ഞാൻ ഇരിക്കത്തുള്ളൂ. 100 തുളസി ചേട്ടൻ്റെ വയസ്സ് 100 ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അത് കിടക്കട്ടെ. അല്ല ഞാൻ അത് അഴിക്കുന്നില്ല, അത് അവിടെ കിടന്നു കിടക്കട്ടെ. ഇവിടെ തന്നെ കിടക്കും. പക്ഷെ അത് തൂട്ട് തുറക്കാൻ അന്നെങ്കിലും ആരെങ്കിലും കാണൂ? അന്നാരെങ്കിലും കാണൂ? അത് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു കവിത, ഞാൻ പാട്ടിനേക്കാൾ പണ്ടൊരു പാട്ട് പാടി ഞാൻ ആ ദിവസം കൊണ്ട് വലിയ പ്രശ്നമായ ഒരു കവിത വലിയ ഓർമ്മയുണ്ട്. നാളെയൻ ശരീരത്തു നിന്നാത്മാവ് പോയിടുകിൽ 4-5 പേരെങ്കിലും എൻ ചുറ്റും കൂടിടേണം. അക്ഷരശുദ്ധി വേണ്ടെങ്കിലും ഒരു നാമ ജപമെനിക്കേകണം. നിത്യശാന്തിക്കൊരുപായമായി ഒത്തുചേരുവാൻ ബന്ധുക്കളില്ലെങ്കിലും ഒത്തവർ ചേർന്നൊരു കോടി വാങ്ങി നഗ്നത മറയ്ക്കേണം. 6 അടി മണ്ണിലെൻ്റെ ശവത്തെ ഇറക്കിയിടുമ്പോൾ ആരെങ്കിലും ഒരു തുള്ളി കണ്ണീരൊഴുക്കണം. കുറെ ഉണ്ടത്. ഞാനിത് നമ്മുടെ ഒരു വേറൊരു റിയാലിറ്റി ഷോയിൽ വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടൻ വന്നപ്പോൾ ഇത് മുഴുവൻ പാടിയായിരുന്നു. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു മരണത്തെക്കുറിച്ചുള്ള മനസ്സിന് ഭയങ്കരമായിട്ടൊരു വിങ്ങല് വരുന്ന ചിത്രയൊക്കെ അവിടെ നിന്ന് കരഞ്ഞിട്ട് എന്നോട് ചേട്ടാ ഒരിക്കലും ഞാൻ ചേട്ടൻ ശ്രീകുട്ടനാ പറഞ്ഞു, ഒരിക്കലും ചേട്ടനിൽ തന്നെ ഇത് പ്രതീക്ഷിച്ചില്ല. അതെ, ഞങ്ങളുടെ മുമ്പിൽ വില്ലനായിട്ടിരിക്കുന്ന ചേട്ടൻ ഇങ്ങനെയൊക്കെ. ചേട്ടാ ഒരു കുസൃതി ചോദ്യമാണ്. ഏറ്റവും താഴെയുള്ള വരയുടെ പേരെന്താണ്? ഏറ്റവും താഴെയുള്ള വരയുടെ പേര്? വരയോ വരിയോ? വര. വരയുടെ പേര് താഴ്വര. താഴ്വര. ഓ പിന്നെ ആ ചിരി. അല്ല ഇതെങ്ങനെ ഇത്രയും പ്രായത്തിൽ ഇത്ര ഈ കുസൃതി ചോദ്യമൊക്കെ പഠിക്കുന്നത്? അയ്യോ, വല്ലവരുമായിട്ട് അല്ല ഞാൻ ചോദിക്കുന്ന, വല്ല ചെറുപ്പക്കാരുമായിട്ട് വല്ലതും ലൈനാണോ ഇപ്പോഴോ? ഇപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള ലൈൻ ആണല്ലേ? ഇപ്പൊ കിളവികൾ ആരും എടുക്കുന്നില്ല. എനിക്ക് കണ്ടപ്പോ തോന്നി ഒരു മുഖത്തൊരു വല്ലാത്ത ശുഷ്കാന്തി. കാരണം ഏതോ 1-2 പേരുമായിട്ട് നല്ല ചെറുപ്പക്കാരികളുമായിട്ട് ഭയങ്കര ലൈനാണെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യമല്ലേ? അങ്ങനെ വേണമെങ്കിൽ ധരിക്കാം. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു ക്യാൻസർ വന്നു, അത് വന്നു, ഇത് എല്ലാത്തിനും പുല്ലുപോലെ കളഞ്ഞിട്ട് പുസ്തകങ്ങൾ എഴുതുക, ആക്റ്റീവായിരിക്കുക. അതിന്റെ പുറകിൽ പിന്നിലൊരു സ്ത്രീയുടെ കരങ്ങൾ, പ്രചോദനം, അതില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നടക്കത്തില്ല. അതെ, അല്ല സ്ത്രീയാണല്ലോ പുരുഷന്റെ പ്രചോദനം, ശക്തി എന്നൊക്കെ പറയുന്നത്. അതെ, അപ്പൊ അങ്ങനൊക്കെ കാണുമായിരിക്കാം. കാണുമായിരിക്കാമല്ല, കാണും ഉണ്ടായിരിക്കാം. പറയണ്ട, പേരൊന്നും പറയണ്ട. പക്ഷെ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അത് അവിടെ ഇട്ടങ്ങ് പൂട്ടിയാരെ. അതിനെ ചേട്ടന്റെ സ്ത്രീ ശക്തിയും ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു 100 വയസ്സ് വരെ. ഒരു മൂളിപ്പാട്ട് പാടുന്ന ഒരു സിനിമാ പാട്ട് ഏതാണ്? ഇപ്പൊ നേരത്തെ ഒരു വല്ലാത്ത ഗൽഗതം തന്നു, ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സന്തോഷം കൊടുക്കും. എനിക്ക് കൂടുതൽ കൊടുക്കുന്ന രാധാകൃഷ്ണൻ ചേട്ടൻ്റെ, ശ്രീകുട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ കവിത, സോപാന സംഗീതങ്ങൾ പലതും എനിക്കിഷ്ടമാണ്. റേഡിയോ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളൊക്കെ എനിക്ക് വരുന്നുണ്ട്. അത് രാമായണ കിളി, ഹാരിക പൈതൽ, രാജീവനേത്രനെ കണ്ടു എന്നുള്ള കുറച്ച് നല്ല, എന്താണ് അതിനൊക്കെ പറയുന്നത്, എന്ത് കവിതയൊന്നും പറയാൻ പറ്റത്തില്ല, നല്ല ഭംഗിയുള്ള ഒരുപാട് അതൊക്കെ ഞാൻ സാധാരണ. രാമായണ കിളി, ശാരിക പൈങ്കിളി, രാജീവനേത്രനെ കണ്ടു, എന്റെ രാഗവിലോലനെ കണ്ടു, ആരണ്യകാണ്ഡത്തിലൂടെ. ആ സംഗതി ഒന്നും എനിക്ക് വരത്തില്ല, അതുകൊണ്ട് ഞാൻ ആരണ്യകാണ്ഡത്തിലൂടെ എന്നെ ശ്രീരാമദേവൻ തിരഞ്ഞു, നീറുന്ന ചിന്തകളോടെ എന്റെ ശ്രീരാമദേവൻ തിരഞ്ഞു. എൻ്റെ പൊന്നു രാധാകൃഷ്ണൻ ചേട്ടാ, ഒരുപാട് ഞങ്ങൾക്ക് ഓർക്കാൻ ഒരുപാട് സംഭവങ്ങൾ, സ്തൂപങ്ങൾ ഉണ്ടാക്കിയിട്ടാ പോയത്. അപ്പം ബി ഉണ്ട് എന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഉണ്ടില്ല, ഇല്ലുണ്ട് എന്നൊക്കെ പറയാം, പക്ഷെ ഉണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റാണോ? അപ്പൊ തെറ്റായിരുന്നു ഔട്ടാവും. ഇല്ല, 2000 രൂപ അങ്ങ് പോകും. തെറ്റാണ് ഇടയ്ക്ക് വെച്ച് പറഞ്ഞു വിടും. ഇല്ല, പറഞ്ഞു വിടുന്ന പ്രശ്നമേ ഇല്ല.
ചേട്ടൻ ഈ ഷോ കഴിഞ്ഞാലും ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങാം, അല്ല കുഴപ്പമില്ല. സീനിയർ സിറ്റിസന് റിസർവേഷൻ സീനിയർ സിറ്റിസൺ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. അത് പോവാൻ നേരത്തെ പെടലിക്ക് ഒരു അടിയും കൂടെ തരും. ചവിട്ടില്ലല്ലേ? ഏ? ചവിട്ടില്ലല്ലോ. ഇല്ലില്ല. അതാ തുളസിയെ കുറിച്ചൊരു പാട്ട് പാടാം. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താ ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താ ഞാൻ. വളരെ ഹിറ്റായ ഒരു സംഭവം. ഈ പാട്ട് പാടിയിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് പുറത്തു വരുന്നത്. ഇപ്പോഴത് എല്ലായിടും അത് തന്നെയാണ്. നല്ല മനോഹരമായ ഒരു പാട്ടാണ്, നല്ലൊരു കണ്ണന്റെ ഒരു. ചേട്ടനൊരു രഹസ്യം പറയാമെന്ന് പറഞ്ഞല്ലോ. ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തൊരു രഹസ്യം, അതെന്താണെന്ന് ഇന്നലെ ആൾക്കാർ എന്നെ രാത്രി വിളി തുടങ്ങി. ചേട്ടാ ആ രഹസ്യം എന്താണ് എന്താണ് എന്താണ്? ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ, നാളെ പുള്ളി വരുമ്പോൾ പറയാമെന്നല്ലേ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വിട്ടു എന്ന് പറഞ്ഞു. ആ രഹസ്യം പറയണോ? പറ, ചുമ്മാ പറ, കേക്കട്ടെ, അറിയട്ടെ, 10 പേരെ അറിയട്ടെന്ന്. എനിക്കിപ്പോ ഒരു വിലയും നിലയൊക്കെ ഉണ്ട്, അത് കളയണോ? ഉണ്ടോ? അതൊക്കെ ഉണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. അത് വേറൊന്നുമല്ല. അത് പറയുന്നത് വേണ്ട. അയ്യ പറയുന്നത് അപ്പൊ ആൾക്കാർ നോക്കി നിൽക്കുകയാണ്, പറയൂ. ഞാൻ തട്ടിവിട്. സംഭവം എന്റെ ചെറുപ്രായത്തിൽ തോന്നിയ ഒരു നമുക്ക് എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. രഹസ്യമുണ്ടോ? എല്ലാവർക്കും അറിയാം. കുട്ടന് രഹസ്യമുണ്ടോ? എനിക്ക് രഹസ്യമില്ല, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം തുറന്നു. എല്ലാം പൂട്ട് തുറന്നിട്ട് ഒക്കെ ഒന്നും കാണത്തില്ല. എന്റെ വളരെ തുറന്ന ഒരു പുസ്തകമാണ്. അതെ. ഇനി എന്തെങ്കിലും ഉണ്ടാക്കിയുണ്ടാണ്. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ ചേട്ടന് എന്താണ് ആ രഹസ്യം? രഹസ്യമൊന്നുമില്ല. ഞാൻ പണ്ട് ഒരു സിനിമാ നായികയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഓ അത് ശരി. അത് 1 വേ ആയിരുന്നു? 2? അതെനിക്ക് അറിഞ്ഞുകൂടാ. ഒരു നായികയായിട്ട് പ്രേമത്തിലായിരുന്നു. ആരാണ്? ചുമാരി. അവരിപ്പോ ചിലപ്പോ അവർക്ക് ഇതിപ്പോ ഇപ്പം കേട്ടാലോ അവർക്ക് ഇപ്പം തോന്നിയാലോ. അല്ലേ, രക്ഷപ്പെട്ടില്ലേ? ഇല്ല, അവരിപ്പോ വേണ്ട ഒരുപാട് പ്രായമൊക്കെ ആയി. 10, 75, 80 വയസ്സായി. അവളാണ്. എന്നിട്ട് ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരിക്കുക. അതല്ലേ ഞാൻ ചോദിച്ചേ, അന്ന് എന്തൊക്കെ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ഞാൻ മനസ്സിൽ നമുക്ക് ആരും മനസ്സിൽ. ഇതാണോ രഹസ്യം? പിന്നല്ലാതെ ഞാൻ മനസ്സിൽ കണ്ട കാര്യം എങ്ങനെ പറയുന്നത്? ഞാൻ വിചാരിച്ച അല്ലേ, നമ്മളൊക്കെ വിചാരിച്ചു എന്റെ കൊലപാതകം ചെയ്ത് പറയാൻ വെച്ചിരിക്കാൻ എന്തോ രഹസ്യമാണെന്ന് പറഞ്ഞ. സുജ അങ്ങനെ മനസ്സുകൊണ്ട് ആരെയൊക്കെ സ്നേഹിക്കാം. എങ്കിൽ ഐശ്വര്യ റായ് അങ്ങ് സ്നേഹിച്ചാൽ പോരായിരുന്നു. ഇല്ല, അത് പറ്റത്തില്ല. അതിന് നമ്മള് അങ്ങനെ വിചാരിച്ചിട്ട് ഇത് നടക്കുമായിരുന്നു അന്ന് വിചാരിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, ചേട്ടൻ ചുമ്മാ പറഞ്ഞല്ലേ. എന്നാ അങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്ന രഹസ്യം ആരോടും തുറന്ന് പറയാറില്ല. പൂട്ടിയതാണ്. ഈ പൂട്ട് തുറക്കാൻ കൂട്ടന് പറ്റില്ല കൂട്ടാ. എനിക്ക് പറ്റില്ല അല്ലേ? ചുമ്മാ പറഞ്ഞല്ലേ. ഈ പൂട്ട് തുറക്കാൻ പറ്റില്ല കൂട്ടാ. ഇത് അന്നാരി പൂട്ടാണ് അല്ലേ? നല്ലത്. ഇത് സത്യമാണോ കള്ളമാണോ? എനിക്ക് ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? എന്താ അവരുടെ അഭിനയം, അവരൊരു തികഞ്ഞ ഒരു ഗ്രാമീണ ശൈലിയും എന്തുകൊണ്ട് അവരെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി. ഇതിപ്പോ ആരോടാ ഞാൻ പറയുന്നത്? അല്ല, നേരിട്ട് കണ്ടിട്ടില്ല. പ്രണയത്തിന്റെ സുഖം അനുഭവിച്ച ആളുകളോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഈ പായസം കുടിക്കാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുക. ഇതിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത്, നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ടും കണ്ടിട്ടില്ല. ഇല്ല. ഇത്രയും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മദ്രാസിൽ. ഞാൻ പലരും നേരിട്ട് കാണാതല്ല. ഇപ്പൊ അമിതാഭ് ബച്ചനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. നേരിട്ട് കാണാത്ത എത്രയോ നടിമാരുണ്ട്. ഞാൻ പലരും ഇവിടെ ഇപ്പൊ അഭിനയിക്കുന്ന പല പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവരുടെ അഭിനയം നിലനിർത്താവണം. ഇഷ്ടമായിരുന്നു. അത്രയേ ഉള്ളൂ, അത്രയും മതി. അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയില്ലല്ലേ? കുറച്ചുകൂടെ ആള് ജീവിച്ചിരിക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അന്ന് പറഞ്ഞില്ല. അപ്പൊ ഒരു ചെറിയ കുസൃതി ചോദ്യം വീണ്ടും പിന്നെ ഞാൻ വരുക. സുജാതയുടെ തോട്ടത്തില് ഒരു നല്ല റോസാപ്പൂവിന്റെ ഒരു നല്ല ബഞ്ചുണ്ട്. ചേട്ടൻ അറിഞ്ഞോളൂ, എനിക്കറിയാം. എന്നാൽ സുജാതയുടെ തോട്ടത്തില് ചേട്ടന്റെ സുജാതയുടെ വീട്ടിന്റെ തോട്ടത്തിൽ കുറേ പൂക്കളുണ്ട്. എന്നാ ഒരു ചെറിയ ചോദ്യം, ഒരു പൂ വിരിയാൻ എത്ര സമയമെടുക്കും? ഹലോ സുജാതേ, ആ പൂന്തോട്ടത്തിലെ പൂ വിരിയാൻ എത്ര സമയം എടുക്കും? അത് ഒരു രാത്രി എടുക്കുന്നാ പറഞ്ഞു. വയസ്സുകാലത്തെ ആഗ്രഹം നോക്കണേ. ഇത് കുസൃതി ചോദ്യമൊന്നുമല്ല, സീരിയസ് ചോദ്യമാണ്.
അല്ല ഇത് ഒരു ചോദ്യം അറിയോ? ഇല്ല, അത് ഞാൻ അപ്പൊ ഞാൻ സുജാത വിളിച്ചു ചോദിക്കാം. ചോദിച്ചു. ഹലോ സുജു, ഞാൻ ഇങ്ങനെ വിളിക്കുന്ന കേട്ടോ, സോറി. ഹലോ സുജു, ഒരു പൂ വിരിയാൻ എത്ര സമയം എടുക്കും? അത് ശരി. സുജു പറയുന്നു, പൂ എങ്ങനെയാ സാറേ വിരിയുന്നെന്ന്, മൊട്ടല്ലയോ വിരിയുന്നെന്ന്. അത് ശരി. സുജു അത് ഇച്ചിരി കട്ടിയായിപ്പോയി, എന്നോട് പറയാതെ ശ്രീകുട്ടനോട് പറഞ്ഞത്. സി ആര്യാണ്. ആര്യ. എനിക്ക് ഇപ്പോഴും ആ ചിരി പോകുന്നു. ഒന്ന് പോയി സുജു എനിക്ക് മാത്രം ഉത്തരം പറഞ്ഞു തന്നു. എന്ത് കഷ്ടമാണെന്നാലും. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അതിന്റെ അർത്ഥം എന്ന് എന്നോട് പറഞ്ഞില്ല, ശ്രീകുട്ടനോട് ഇപ്പം പറയുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു ഇതുണ്ട്. കാരണം എന്റെ പാട്ടുകളൊക്കെ സുജാതയ്ക്ക് ഇഷ്ടമാണ്. അതെ, അത് ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ശ്രീകുട്ടന്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ട്. എല്ലാവരും. ചേട്ടന്റെ അഭിനയം ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണത്തില്ല, കാരണം കൂടുതലും വില്ലനായിട്ടല്ലേ. ഇപ്പൊ മാറ്റാൻ പറ്റുമോ? ഇനിയിപ്പോ വയസ്സുകാലത്തെങ്കിലും നല്ല വേഷം എല്ലാം കിട്ടുമോ? ഞാൻ ശ്രമിച്ചു നോക്കാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പുതിയ വേഷം, ഇപ്പൊ പുതിയ രൂപത്തിൽ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല ഈ വേഷത്തിൽ. അത് ഞാനെല്ലാം പറയാം. ചേട്ടൻ്റെ ഒരു ഫോട്ടോ ഇപ്പൊ എടുത്തിട്ട് അയച്ചു കൊടുക്കാം. അതെ, ലക്ക് അടിച്ചാൽ ലക്ക്, ഇല്ലെങ്കിൽ വിട്ടിടുങ്ങ സമി. ഓക്കെ. ഈ ചേട്ടൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം, ചെറിയ കുറച്ച് ലെങ്ത് കുറച്ച് പറയാൻ പറ്റും. ഇനി ചേട്ടന് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം. മറക്കാൻ പറ്റാത്ത സംഭവം അഭിനയ രംഗത്ത് തന്നെ ഒരുപാട് മറക്കാൻ പറ്റാത്ത സംഭവം ഏതെങ്കിലും ഒന്ന്. ഒരിക്കലും ഞാനൊരു മന്ത്രവാദിയുടെ വേഷം അഭിനയിപ്പിച്ചു കഴിഞ്ഞു. ഒരു പാമ്പിനെ വിഷം ഇറക്കുന്ന സംഭവമാണ്. പാമ്പിനെ വരുത്തിച്ച് ഒരു നമ്പൂരിയെ കൊല്ലിക്കുന്ന ഞാനാ. അവസാനം എന്നേക്കാൾ വലിയ മാന്ത്രികം വന്ന് അതിന് വിഷം ഇറക്കും. ഈ പാമ്പിനെ വരുത്തിച്ച് വിഷം ഇറക്കും. ഞാനിങ്ങനെ നിൽക്കുമ്പോഴേ ഈ പാമ്പിനെ മറ്റേ നമ്പൂരി വന്ന് പാമ്പിനെ വരുത്തും. അപ്പം അന്ന് പാമ്പിനെ വരുത്തിയ പാമ്പ് കൊണ്ടുവന്ന പാമ്പ് ചത്തുപോയി. ട്രെയിൻ ചെയ്ത പാമ്പ് ചത്തുപോയി. മെറിലാൻഡ് സ്റ്റുഡിയോ വെച്ചാണ്. അപ്പം അവിടെ നിന്ന് ഒരു പാമ്പാട്ടി വന്ന് അവിടെ നിന്ന് ഒരു പാമ്പിനെ പിടിച്ചു. നമ്മളറിയുന്നില്ല. പാമ്പിനെ പിടിച്ച് പാമ്പിന്റെ വാ മൂടി കെട്ടി, എന്നിട്ട് പാമ്പിനെ ഷോട്ടിൽ വിട്ട്. പാമ്പിന് വേദന, അതിന് വല്ല ഷോട്ട് വല്ലതും അറിയും. മറ്റേനെ ട്രെയിൻ ചെയ്തു. ഈ പാമ്പ് ഞാനിങ്ങനെ നിൽക്കുകയാണ്, മുഖത്ത് ഞാൻ ഇറക്കുന്നതെന്ന് കാണട്ടെ എന്നുള്ള ഭാവം കൊടുക്കണം. ഈ പാമ്പിങ്ങനെ ഇഴഞ്ഞ് എൻ്റെ ഒരുപാട് ഷോട്ട് എടുത്തതിന് ശേഷം അവസാനം പാമ്പിങ്ങനെ ഇഴഞ്ഞ് എൻ്റെ കാലിൻ്റെ അടുത്തേക്ക്. അപ്പോൾ സ്വന്തം ഞാൻ ഭയന്ന് വിറയ്ക്കുക. സത്യം പറയാൻ ഞാൻ മൂത്രം ഒഴിച്ചു. അത്ര ഭയന്ന്, തമാശ, അത്ര മൂത്രം ഒഴിച്ചു. പക്ഷേ അന്നേരം മുഖത്ത് നടൻ്റെ ചില ഗതികേടുകൾ, ഭാവം മാറ്റാൻ പാടില്ല. അയാളെ എന്നാ അവൻ കടിക്കുന്നതെന്ന് കാണട്ടെ എന്നുള്ള രീതിയിൽ കൂടെ നിൽക്കണം. യവനിങ്ങനെ വരുന്നു. യവൻ പാമ്പൻ്റെ അടുത്ത് വന്നു, എൻ്റെ കാലയിലോട്ടൊന്ന് നിന്നതിന് ശേഷം എൻ്റെ മൂത്രത്തിൻ്റെ നാറ്റം കൊണ്ടാണോ മണം കൊണ്ടാണോ എന്നറിയില്ല, പാമ്പ് അതിലൂടെ അങ്ങ് പോയി. ആ ഒരു എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ എൻ്റെ ഹൃദയം ഇങ്ങനെ പിടയ്ക്കായിരുന്നു. അപ്പം അവർക്കറിയാം, ചേട്ടാ പേടിക്കാനൊന്നും വേണ്ട, അതിന് പാമ്പ്. ഞാൻ എന്നാലും പാമ്പല്ലൂടെ, ഈ വായി മൂട്ടി കെട്ടിയാലും പാമ്പല്ലേ. അവന്റെ കഷ്ടകാലത്തിന് അങ്ങ് ഊരിപ്പോയി കഴിഞ്ഞാൽ കൊത്തി. അപ്പൊ അതെന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അഭിനയ ജീവിതത്തില്. പിന്നെ അത്തരം ഒത്തിരി മാത്രമല്ല, ചേട്ടൻ ജീവിതത്തിൽ ഇങ്ങനെ നിന്ന് പെടുത്ത് കാണത്തില്ലല്ലോ. അങ്ങനെ പരസ്യമായിട്ട് നിന്ന് പെടുത്തല്ല, ഒഴുകുന്നേ കണ്ടുള്ളൂ. അല്ല, റോഡ് സൈഡിൽ നിന്ന് പെടുക്കും, അതല്ല ഈ ഷൂട്ടിങ്ങിന് ഷോട്ടിനിടെ പെടുക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എന്തെല്ലാം അല്ലേ ചേട്ടാ, നമ്മുടെ ഓരോ ജീവിതത്തെ എന്തെല്ലാം കാണിച്ചാലാണ് നമുക്ക് വയറ് നിറയ്ക്കുന്നതിന് ആ പാമ്പിന്റെ ഒരു പാമ്പ്. അപ്പൊ അതിന് പറഞ്ഞ മൂത്രം പിന്നെ നാറ്റം ഉണ്ടേ പാമ്പ് വരത്തില്ലെന്നു. കറക്റ്റ്. ഇനി തൊട്ട് നിങ്ങളെല്ലാം മനസ്സിലാക്കിയോ, പാമ്പ് അടുത്തോട്ട് വരികയാണെങ്കിൽ നിന്നങ്ങ് പെടുത്തു കൊടുത്താൽ മതി. കാരണം പാമ്പ് ആ നല്ല മൂത്രം മദ്യപിച്ചിട്ടുള്ള മൂത്രമാണെങ്കിൽ പിന്നെ അത് അവിടെ കിടക്കും.